ഓരോ പുലരിയും ഓരോ പുതിയ ദിവസവും നമുക്ക് ദൈവം തരുന്ന പുതിയ പുതിയ ചാൻസുകളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവന് അല്ലെങ്കിൽ ഇവൾക്ക് ഇന്ന് എന്താണ് നല്ലതായിട്ട് പുതിയതായിട്ട് ചെയ്യാൻ പറ്റിയ, ജീവിതത്തിൽ എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യാൻ പറ്റിയ ഈ ദിവസത്തിൽ എന്നൊക്കെയുള്ള കുറേ ചാൻസുകളാണ് നമുക്കൊരു ദിവസം ദൈവം തരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ പുതിയ പുലരികൾ എല്ലാവരുടെ ജീവിതത്തിൽ ഇനിയും കുറേ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. റോഷ്നിയാണ് കേട്ടോ. അപ്പോൾ പൂയത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ട്, പൂയത്തോടനുബന്ധിച്ചുള്ള കുറച്ച് ഒരുക്കങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വ്ളോഗാണിത്. അപ്പോൾ ഒട്ടിച്ച് ഇവിടെ അലമാര, ഗ്ലാസ് ഇട്ടിട്ടുള്ള ഒരു അലമാര ഉണ്ട്. നിറച്ച് പൊടിയായിരുന്നു, ഈ കാറ്റുകാലമൊക്കെ ആയപ്പോൾ അത് കൂടി. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. ഒട്ടിച്ച് കുറേ കാര്യങ്ങളിൽ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ, കുറേ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ആൾക്ക് പറ്റുന്ന പോലെയൊക്കെ ആൾ ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട് വീട്ടിലെ കുറേ കാര്യങ്ങളിൽ. അപ്പോൾ ഒട്ടിച്ച് തന്നെയാണ് ഈ അലമാരി ഫുള്ള് വൃത്തിയാക്കിയത് കേട്ടോ. അതെടുത്ത് പറയേണ്ട കാര്യമാണ്. ഞാനിതിൽ പങ്കാളി അല്ലായിരുന്നു, കാരണം ആ സമയത്ത് വേറൊരു കാര്യം എനിക്ക് ചെയ്യാണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോയി. അതിൻ്റെ ഇടയിലാണ് ഈ വീഡിയോ എടുക്കൽ ചെയ്തത്. അപ്പോൾ നല്ല രീതിയിൽ മുമ്പത്തെ പോലെ തന്നെ, മുമ്പതിനേക്കാളും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊടിയൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കി. കുറേ ട്രോഫികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് പകുതിയിലധികവും മുട്ടിച്ചിന് കിട്ടിയിട്ടുള്ള ട്രോഫികളാണ്, അവരുടെ ക്ലബിന് കിട്ടിയിട്ടുള്ള ട്രോഫികളാണ്. ക്രിക്കറ്റ് കളിച്ചിട്ടും പിന്നെ പഞ്ചായത്തിൻ്റെ കേരളോത്സവം വരുമ്പോൾ അതിൽ വടംവലി, ക്രിക്കറ്റ്, അതുപോലെയുള്ള കുറേ പരിപാടികളിൽ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ട് കിട്ടിയിട്ടുള്ള ട്രോഫികളൊക്കെയാണ്. അതിൽ 1-2 ട്രോഫികളൊക്കെ ചേച്ചിയുടെ ഉണ്ട്, അതായത് എൻ്റെ നോമിൻ്റെ ചേച്ചിയുടെ അല്ലെങ്കിൽ അനിയത്തിയുടെ, നിങ്ങളുടെയൊക്കെ ചേച്ചിയും അനിയത്തിയും ഒക്കെ ആയിരിക്കുമല്ലോ ഞാൻ. അപ്പോൾ അനിക്കുട്ടൻ ഇവിടെ അംഗൻവാടിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അനിക്കുട്ടിനെ സർപ്രൈസ് കൊടുത്തതാണ് കേട്ടോ. എൻ്റെ അമ്മയും കുഞ്ഞി, ചേച്ചിയുടെ മോള് കുഞ്ഞിയും വരുമെന്ന് വിചാരിച്ചിട്ടില്ല, അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. അവർ തലേ ദിവസം വന്നു. ഇത് കാണുമ്പോൾ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു പക്ഷേ 5-ാം തീയതിയാണ് പൂയം. ഞാനിത് 4-ാം തീയതിയാണ് ഇവർ വന്നിട്ടുള്ളത്. അമ്മയും കുഞ്ഞിയും കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസമാണ് അച്ഛനും ബാക്കി ചേച്ചിയും അനിയനും വൈഫൊക്കെ വരുള്ളൂ. അപ്പോൾ ഇവർ വന്നത് അനിക്കുട്ടനൊരു സർപ്രൈസാണ്. അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവർ വരും എന്നുള്ളത്. അപ്പോൾ ആളുടെ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് കളിക്കുകയാണ്, എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു കുഞ്ഞ് ബക്കറ്റ് ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ വെള്ളം നിറച്ച് അമ്മേനെ സഹായിക്കും എന്നൊക്കെയാണ് ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു വർത്തമാനങ്ങളൊക്കെ അനിക്കുട്ടൻ സരസമ്മയോട്, സരസ്വതി എന്നാണ് എൻ്റെ അമ്മയുടെ പേര്, അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കളിപ്പാട്ടങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. കുറേ നാളുകളായിട്ട് ഈ കളിപ്പാട്ടങ്ങളൊന്നും എടുക്കാറില്ല പുള്ളിക്കാരൻ. ഇപ്പോൾ കുഞ്ഞിനെ കണ്ടപ്പോൾ അതൊക്കെ വെച്ച് കളിക്കാൻ ഒരു കൂട്ട് കിട്ടിയപ്പോൾ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹായ് പറയാണ് അമ്മ. ചില സമയത്ത് തോന്നണം അവന് പറയണം ഞാനിക്കുട്ടനെ. അപ്പോൾ ഹായ് ഒക്കെ ആളുടെ ഇടയിൽ പറയുന്നതൊക്കെ ഉണ്ടാവും. പൂയത്തിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പൂയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളിലാണ്, കുറേ പണികളിലാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് നമുക്ക് ഓരോ പണികളായിട്ടൊക്കെ കാണാം കേട്ടോ. ഇതെല്ലാവരുടെ വീട്ടിൽ എന്തെങ്കിലും വിശേഷങ്ങളും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ സാധാരണ ചെയ്യുന്നതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് സാധാരണ എല്ലാവരും അടിച്ചു വാരി തുടയ്ക്കലെല്ലാം ചെയ്യുന്നത് തന്നെയായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് കുറച്ചും കൂടി എന്താ പറയുക, നമ്മൾ സ്പെഷ്യലായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യും. പിന്നെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പതുക്കെ നമ്മുടെ വിശേഷങ്ങൾ അറിയാം. പൂയത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിശേഷങ്ങൾ, ആഘോഷങ്ങൾ, അതിൻ്റേതായിട്ടുള്ള പരിപാടികളെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. നമ്മുടെ അടുക്കളയിലത്തെ ഷെൽഫിൻ്റെ ഫ്രെയിം ഈ ഒരു കളറായതുകൊണ്ട്, ഒരു ഓഫ് വൈറ്റ് ആയതുകൊണ്ട് അഴുക്കൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ഒരു പണി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ പോവാണ് നമ്മൾ. അപ്പോൾ ഇതുപോലെ ഒരു സ്ക്രബ്ബർ, നമ്മൾ സോപ്പൊക്കെ മേടിക്കാൻ, പാത്രമൊക്കെ കഴുകുന്ന സോപ്പ് മേടിക്കുമ്പോൾ കിട്ടില്ലേ, ഇത് അത്രയ്ക്ക് ഹാർഷല്ല. നമ്മളൊരു സ്റ്റീലിൻ്റെ പോലത്തെ മെറ്റീരിയൽ, അങ്ങനത്തെ സ്ക്രബ്ബർ ഉപയോഗിക്കാൻ പാടില്ല. ഇതിൻ്റെ പെയിൻറ്റൊക്കെ പോവും. അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ പെയിൻറ്റ് പോവും. അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് സോഫ്റ്റ് ആണെന്നാൽ നമുക്ക് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അഴുക്കൊക്കെ പോവും. അപ്പോൾ ഇങ്ങനത്തെ സ്ക്രബ്ബറിൽ കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചിട്ട് ആണ് ഇതൊന്ന് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ അഴുക്കൊക്കെ മാറി കിട്ടും, നമുക്ക് കാണാനായിട്ട് പറ്റും ഉണ്ടോ. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിനൊന്നും പറ്റൂല. ഇതിലല്ലെങ്കിൽ ഈ സ്റ്റീലിൻ്റെ ടൈപ്പൊക്കെ ആകുമ്പോൾ അതിൽ കോറൽ വീഴാൻ സാധ്യതയുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് നന്നായിട്ട് അഴുക്ക് പോവും. നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇത് ഫ്രെയിം മാത്രമല്ല, ഒരു റെഡ് കളറിലും അത്യാവശ്യം നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. ഒരു ഉണങ്ങിയിട്ടുള്ള തുണി വെച്ച് ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കിട്ടും.
അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ തന്നെ ക്ലീൻ ചെയ്തെടുത്തതാണ് കേട്ടോ ഞാൻ. എല്ലാം നമ്മുടെ ഈ കബേർഡ്സിൻ്റെ ഈ ഷെൽഫിൻ്റെ ഡോറുകളുമൊക്കെയുള്ള ഈ ഫ്രെയിമുമൊക്കെയുള്ള അഴുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്താണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ നമ്മളിവിടെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഇതുപോലെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ വരുമ്പോൾ വീട്ടിൽ നമ്മൾ ചിക്കൻ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ മേടിക്കുമ്പോൾ ചിക്കനാണ് മെയിനായിട്ട് ഇങ്ങനെ ചെയ്യാറ്. തലേ ദിവസം തന്നെ വൃത്തിയായിട്ട് കഴുകി ഇതുപോലെ മസാല എന്ന് പറഞ്ഞാൽ സ്പെഷ്യലായിട്ടുള്ള മസാല ഒന്നുമല്ല, സാധാരണ നമ്മൾ ചേർക്കാറുള്ള പൊടികളൊക്കെ തന്നെ. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു 2 സ്പൂണോളം മല്ലിപ്പൊടി ഒരുപാട് ഞാൻ ചേർക്കാറില്ല. പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കും. ഉപ്പ്, ഇതെല്ലാം കൂടി വിനാഗിരിയും കൂടി ഒഴിച്ച്, വിനാഗിരി ഇല്ലാത്തവർക്ക് ചെറുനാരങ്ങ നീര് ചേർക്കാം, നല്ല സോഫ്റ്റ് ആവും. അല്ലെങ്കിൽ തൈര് ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് മസാലയാക്കി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ചേർക്കും. നല്ലൊരു സ്മെല്ലാണ്. ഇതിനി ഫ്രൈ ചെയ്യാനുള്ളതാണ് ഈ ചിക്കൻ. അപ്പോൾ അതായിട്ട് അതിന് മുമ്പ് നമ്മൾ ഈ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് തലേ ദിവസം തന്നെ സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലോണം അതിൽ മസാലയൊക്കെ പിടിച്ച് ഉപ്പൊക്കെ പിടിച്ച് കിട്ടും. കുറച്ചും കൂടി സോഫ്റ്റായി കിട്ടും. പിറ്റേ ദിവസം നമുക്കത് പ്രിപ്പയർ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇത് ഞാൻ വറുത്തതിന് ശേഷമാണ് പിന്നെ കറി വയ്ക്കാറ്. ചിക്കൻ പീസസ് ഇതുപോലെ മസാല തേച്ച് സെറ്റാക്കിയിട്ട് ഞാൻ പിറ്റേ ദിവസം വറുത്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇതുപോലെ എല്ലാ പ്രാവശ്യവും തലേ ദിവസം തന്നെ നമ്മൾ ഇതുപോലെ മസാല തേച്ച് പിടിപ്പിച്ച് വയ്ക്കും. പിന്നെ നമുക്ക് പയറുപ്പേരി വെക്കണം. അപ്പോൾ അതിനായിട്ട് പയറൊക്കെ ഇവിടെ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അമ്മയൊക്കെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അമ്മ വന്നിട്ടുണ്ട്, ചേച്ചിയുടെ മോള് വന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും നാളെയാണ് വരിക. പോയം നാളെയാണ് 5-ാം തീയതി. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ പക്ഷേ അപ്ലോഡ് ചെയ്യുന്നത് ചിലപ്പോൾ പൂയത്തിൻ്റെ അന്നായിരിക്കില്ല കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നാളെയാണ് പൂയം എന്നൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെ വിചാരിക്കരുത്. 5-ാം തീയതിയാണ് പൂയം. പക്ഷേ ഇത് അപ്ലോഡ് ചെയ്ത് നിങ്ങൾ ചിലപ്പോൾ കാണുമ്പോൾ 2-3 ദിവസമൊക്കെ ലേറ്റ് ആയിട്ടാവും ഇത് അപ്ലോഡ് ആയിട്ടുണ്ടാവുക ചാനലിൽ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. പിന്നെ ചിക്കനിലേക്കുള്ള സവാള, ഇഞ്ചി അങ്ങനെയുള്ള സംഭവങ്ങൾ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ തലേദിവസം അരിഞ്ഞ് വെക്കാറില്ല കേട്ടോ, അതിനൊരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ അത് കാരണം നമ്മൾ തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യാറ്. സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ്. പിന്നെ ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് അതൊക്കെ ചെറുതാക്കി അരിഞ്ഞ് മസാലയാക്കാനുള്ള പരുവത്തിലേക്ക് ആക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രിപ്പറേഷൻ. നാളെ വെക്കാനുള്ള വിഭവങ്ങളിൽ 2 എണ്ണമാണ്. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ തേച്ച് മസാലയിലൊക്കെ കുളിച്ച് കുട്ടപ്പനായിട്ടിരിക്കുന്നുണ്ട്. ഇനി പയറുപ്പേരി വെക്കാനുള്ള പയറിവിടെ നന്നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ, ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമ്മൾ ഇതുപോലെ വിശേഷങ്ങളൊക്കെ വരുമ്പോൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ അതിനായിട്ട് നമുക്ക് സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യാറ്. ഇനി ഇതുപോലെ ചെയ്യാറുള്ള ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ അമ്മമാരൊക്കെ കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാറ്, ജോലിഭാരം കുറയ്ക്കാറെന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്ത് വെക്കാറ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ വഴിയേ വരും. എന്തൊക്കെയാണ് അടുത്ത വിഭവങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഈ വ്ളോഗിൽ ഞാൻ പറഞ്ഞ പോലെ തൈപ്പൂയത്തിനോടനുബന്ധിച്ചുള്ള കുറച്ച് ഒരുക്കങ്ങളൊക്കെയാണ്, 2 ദിവസത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. നമ്മൾ തലേദിവസം മസാലയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഞാൻ പിറ്റേ ദിവസം എടുത്ത് ഫ്രൈ ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇതിൽ ചേർക്കാനായിട്ട്, ചിക്കൻ കറിയിൽ ചേർക്കാനായിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് വേവാൻ കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കറി തയ്യാറാക്കുമ്പോൾ. പിന്നെ നമ്മൾ പയറുപ്പേരി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ തലേദിവസം നന്നായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്ന പയറുപ്പേരി റെഡി ആയിട്ടുണ്ട്. സാമ്പാർ ഇവിടെ വെച്ചിട്ടുണ്ട്. സാമ്പാർ വെച്ചത് അമ്മയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കുകയാണ്. നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില തുടങ്ങിയ ഫലമൂലാദികൾ ലതാദികൾ എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചിക്കൻ കറി തയ്യാറാക്കുന്നത്, എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ചോപ്പറിൽ ഞാൻ കുറച്ച് തക്കാളി നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്രേവി തയ്യാറാക്കുമ്പോൾ, മസാല തയ്യാറാക്കുമ്പോൾ നന്നായിട്ട് വഴണ്ട് കിട്ടാനായിട്ട് ഈ തക്കാളി ഇതുപോലെ കുഞ്ഞിതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ മസാലയൊക്കെ റെഡിയാക്കി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്കൊക്കെ തട്ടി കൂട്ടി അങ്ങനെ ഒരു ചിക്കൻ കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ കടി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പയറും മത്തങ്ങയും കൂടിയിട്ട് ഒരു ഓലൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മസാലക്കറി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങൊക്കെ ആയിട്ട് മസാലക്കറി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സേമിയ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. പായസം മസ്റ്റാണല്ലോ. നമ്മൾ ഈ പറയുന്ന ഒരു സദ്യ പോലെ ഒരുക്കുമ്പോൾ അതിൽ ഒരു മധുരം
പിന്നെ അനിയൻ്റെ വൈഫ് അശ്വതി, അനിയൻ്റെ പേര് രാഹുൽ എന്നാണ്. പിന്നെ സരസ്വതി, എൻ്റെ അമ്മ സരസ്വതി അമ്മ, പിന്നെ അനിക്കുട്ടൻ, എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ഓരോ ട്രിപ്പായിട്ട് ഞാനും ഉഡിസും അമ്മയൊക്കെ പിന്നീടാണ് ഇരുന്നത്. ഉഡിസിൻ്റെ അമ്മയൊക്കെ പിന്നീടാണ് ഇരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും റെസ്റ്റ് ചെയ്യുകയാണ്, ചിലവർ ഉറങ്ങി, അങ്ങനെ കുട്ടികൾ കളിക്കുകയാണ്. അങ്ങനെയുള്ള ആ ഒരു നേരത്ത് നമ്മൾ ചായക്കുള്ള 2 പലഹാരങ്ങൾ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു ഞാൻ. നമ്മൾ അരിപ്പൊടി നന്നായിട്ട് നല്ല ലൂസായിട്ട് കലക്കിയെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം ചേർത്തിട്ട് അതിൽ കുറച്ച് ജീരകവും ഒരു നുള്ളു ഉപ്പിട്ടിട്ട് ശർക്കര ഉരുക്കിയതും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു ഒഴിക്കുന്ന, കണ്ടോ ഈ പരുവത്തിൽ ഈ സ്പൂണുമ്മ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവണം സ്പൂണിൻ്റെ പുറം ഭാഗത്ത്. അപ്പോൾ അത്രയും ലൂസാണ് കൺസിസ്റ്റൻസി ഉണ്ടാവേണ്ടത്. പിന്നെ നമ്മൾ ഉഴുന്ന് കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു തലേദിവസം തന്നെ. അത് അരച്ചിട്ട് നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ടുള്ള ഇത് ഉണ്ടാക്കില്ലേ, മാവ് ഉണ്ടാക്കില്ലേ, അതിന് വേണ്ടിയിട്ട് അതുപോലെ വെള്ളം കുറച്ച് അരച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഉഴുന്നുവടകളല്ല, കുഞ്ഞു ഇങ്ങനെ ബജികൾ പോലെ വറുത്ത് കോരിയിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ കലക്കിയിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, അത് നമ്മൾ കിണ്ണത്തപ്പം പോലെ ഉണ്ടാക്കിയിട്ട് പീസാക്കിയിട്ട് വെച്ചിട്ടുള്ളതാണിത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉഴുന്ന് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബജി. ഉഴുന്ന് വടയുടെ ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കാൻ നിന്നില്ല, നമുക്ക് കുറേ സമയം പിടിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ വേഗം തയ്യാറാക്കിയിട്ടുള്ള 2 പലഹാരങ്ങളാണ്. എല്ലാവരും ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഞങ്ങളുടെ സെൻറ്റർ കുറച്ച് വീടിൻ്റെ അവിടെ നിന്ന് നീങ്ങിയിട്ട് ഒരു സെൻറ്റർ ഉണ്ട്, അവിടെ നിന്നാണ് അവിടുത്തെ ഭാഗത്തെ കാവടിയൊക്കെ തുടങ്ങുന്നത്, ശൃംഗാരിമേളമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ട് ആസ്വദിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു.